ഹലോ, വെൽക്കം ടു മിനിഷിബു വ്ളോഗ്സ്. ഇന്ന് നമുക്ക് ഒരു ചുരിദാർ കട്ട് ചെയ്യാം. ലൈനിങ് ചുരിദാർ എങ്ങനെ കട്ട് ചെയ്തതെന്ന് എൻ്റെ അളവുകളൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കട്ട് ചെയ്യാനായിട്ട് ഇപ്പം നമ്മളിവിടെ എടുത്തേക്കുന്നത് 2 മീറ്റർ തുണിയാണ്. തുണിയുടെ ഈ എഡ്ജെല്ലാം ഞാൻ കട്ട് ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നോക്കാം. എനിക്കിപ്പോൾ വന്ന് ഈ ചുരിദാറിൻ്റെ ഹൈറ്റ് 44 ഇഞ്ചാണ് വേണ്ടുന്നത്. ഇപ്പം ഈ 2 മീറ്ററിൽ നമുക്ക് 44 ഇഞ്ച് കിട്ടത്തില്ല. ഇതൊരു 40 ഇഞ്ച് 39 ഇഞ്ച് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലുള്ള തുണി എടുത്തുകൊണ്ട് ഇതിനകത്തുള്ള തുണിക്കനുസരിച്ചുള്ള ഇറക്കം എടുത്തുകൊണ്ട് ബാക്കി നമുക്ക് മെയിൻ തുണിയിൽ താഴോട്ട് ഇറക്കം കൊടുക്കാം. ഞാനിവിടെ സ്ട്രെയിറ്റ് ഒരു വര അങ്ങ് വരയ്ക്കുവാണ്. ഇത് 2 എണ്ണം ഒന്നിച്ചാണ് നമുക്ക് കിട്ടുന്നത്. 2 ചുരിദാർ ഒന്നിച്ചാണ് കിട്ടുന്നത്. നമ്മൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. മേളിലോട്ട് മാറ്റി വേറെ ഒരു സ്ട്രെയിറ്റ് ലൈൻ 2 ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ മേളത്തെ ലൈൻ നമുക്ക് കട്ട് ചെയ്യാനും താഴത്തെ ലൈൻ നമുക്ക് തയ്ക്കാനുമുള്ള ലൈനാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഷോൾഡർ എടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഒരു കോളർ നെക്ക് തയ്ക്കാൻ വേണ്ടിയാണ്, കോളർ നെക്കാണ്. അപ്പം നെക്ക് വെച്ച് ഫ്രണ്ടിൽ നെക്ക് വെച്ച് ബാക്ക് കോളർ വെച്ച് തയ്ക്കുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ അതിന് ഷോൾഡർ വന്ന് ഇവർക്ക് വന്ന് 16 ഇഞ്ച് ഷോൾഡറാണ്. അപ്പോൾ നമ്മൾ 16ൻ്റെ പകുതി 8 കൂടെ ഒരു അര ഇഞ്ച് കൂടെ ചേർത്തിടുക. 8 ഇഞ്ച് ഷോൾഡർ ഇടുന്നുണ്ട് ഇതിന്. അതുപോലെ ഇതിൻ്റെ സൈസ് വന്ന് 39 ഇഞ്ചാണ് ഇവരുടെ ബോഡി മെഷർമെൻറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിതിനൊരു 7.5 ഇഞ്ച് ചെസ്റ്റ് കൈക്കുഴിക്കുള്ള ഇറക്കം നിന്ന് 7.5 ഇഞ്ച് ഉണ്ട്. ഇങ്ങോട്ട് താഴോട്ടെ ഞാൻ 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഒരു ചെസ്റ്റ് ബോഡി മെഷർമെൻറ്റ് ചെസ്റ്റ് വന്നേക്കുന്നത് 39 ഇഞ്ചാണ്. അപ്പോൾ ചെസ്റ്റിന് നമ്മൾ ലൂസിന് വേണ്ടി 4 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. 39ഉം 4ഉം 43. 43 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? 10.75 വരും. 10.75 ലൈനിങ് ആയതുകൊണ്ട് കൂടെ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ ലൂസിന് കൂടെ കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 11 ഇഞ്ചാണ് ഇതിൻ്റെ ലൂസ് എടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഇവർക്ക് ബോഡി മെഷർമെൻറ്റ് 39 ഇഞ്ചുണ്ട്. കൂടെ ഒരു 4 ഇഞ്ച് ലൂസിന് വേണ്ടി ഇടണം. അപ്പം 39 + 4 43. 43നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 10.75 വരും. 10.75 കൂടെ വീണ്ടും ഒരു 4 ഇഞ്ച് കൂടെ ഇടണം. ഇത് ലൈനിങ് ഡ്രസ്സ് ആയതുകൊണ്ട്. അപ്പോൾ 11 ഇഞ്ച്, അങ്ങനെയാണ് 11 ഇഞ്ച് വന്നത്. 11 ഇഞ്ച് ഇടണം. അതേപോലെ ഇവിടെ നമുക്കൊരു ലൈൻ കൊടുത്തേക്കാം. ഇവിടുത്തെ ഈ 7.5 ഇതും കൂടെ ഒരു ലൈൻ, ഇതൊരു സ്ക്വയറിനകത്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേണ്ടുന്നത് ഹിപ്പ് അളവാണ്, ഇടുപ്പളവാണ് വേണ്ടുന്നത്. ഹിപ്പ് അളവ് ഇവർക്ക് ഹിപ്പിൻ്റെ ഇറക്കം വന്ന് 14 ഇഞ്ചാണ്. 14 ഇഞ്ചാണ്. ഹിപ്പ് ചുറ്റളവ് 35 ഇഞ്ചാണ്. 35 ഇഞ്ച് വരുമ്പോൾ കൂടെ 3 ഇഞ്ചാണ് കൊടുക്കേണ്ടത്. 35 ഇഞ്ച് റെഡി. ബോഡി അളവ് 35 + 3 ഇഞ്ച്. അപ്പോൾ 38 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? 38 ഡിവൈഡഡ് ബൈ 4 9.5 കൊടുക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ നേരെ 9.5 കൊടുക്കണം. കൂടെ ഞാനിപ്പോൾ 4 ഇഞ്ച് കൂടി എടുക്കുവാണ്. ഇത് ലൈനിങ് ആയതുകൊണ്ട് 9.75 വേണ്ടുന്നത്. സീറ്റ് അളവ് സീറ്റിൻ്റെ ഹൈറ്റ്, അതായത് സ്ലിറ്റിൻ്റെ ഇറക്കം വന്ന് 22 ഇഞ്ചാണ്. ഇത് സ്ലിറ്റ് സർക്കംഫറൻസ് 44 ഇഞ്ചാണ്. 44ൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ ലൂസ് കൊടുക്കണം. അപ്പം 46 ഡിവൈഡഡ് ബൈ 4 11.5 കൊടുക്കണം. ഇവിടെ താഴെ വന്ന് നമ്മളൊരു 12 ഇഞ്ച് എടുക്കുകയാണ്. 12. ഇത്രയാണ് ഇതിൽ നിന്നുള്ള മെഷർമെൻറ്റ്. ഇപ്പം നമുക്കിതങ്ങ് മാർക്ക് ചെയ്യാം. ഇതൊന്നിച്ചങ്ങ് വരയ്ക്കാം. ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കണം. ശേഷം ഇവിടുന്ന് താഴോട്ട്
വരയ്ക്കാം. ഇത്രയേ ഉള്ളൂ ചുരിദാറിൻ്റെ മാർക്കിങ്. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്, 1.25 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും 1.25 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. താഴെ ഇവിടെ സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ മാത്രം 1 ഇഞ്ച്. ഇത് നമ്മൾ അങ്ങ് മാർക്ക് ചെയ്യുക. താഴോട്ട് 1 ഇഞ്ച് മതി. ഒരുപാട് തുണിയാണ് സ്ലിറ്റ് തയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി വേണ്ട നമുക്ക് ഇതിൻ്റെ ആംഹോൾ എടുക്കണം. ആംഹോൾ എടുക്കാനായിട്ട് ഇവിടെ നമ്മൾ ഈ ഇറക്കം എടുത്തേക്കുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഇത് വന്ന് 7.5 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ പകുതി 3.5 ഇഞ്ച്. ഇവിടുന്ന് ഞാനൊരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് എടുക്കുവാണേ. അപ്പോൾ ഈ 7.5 ഈ 1.5 കൂടെ നമുക്കിപ്പോൾ ഇതിന് എത്ര വരും? 9 ഇഞ്ച് വരുന്നുണ്ട്. ഇവിടെ 18 ഇഞ്ച് വരുന്നുണ്ട്. അവർക്ക് റെഡി അളവ് തന്നെ 17.5 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഈ 18 ഇഞ്ച് ഇത് കറക്റ്റായിട്ട് ഇരുന്നോട്ടെ. ഇച്ചിരി ചുരിദാറിന് ഇച്ചിരി ലൂസ് വേണം. അപ്പം നമ്മളുടെ മാർക്കിങ് കഴിഞ്ഞു. ഇപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഒരു നോച്ച് കൊടുക്കും. ഒന്നിച്ചെല്ലാം ചേർത്ത് ഇവിടെ അതേപോലെ, ഇവിടെ അതേപോലെ. ഓക്കെ. എന്നിട്ട് ഈ മാർക്ക് എല്ലായിടത്തും വരണം. എല്ലാ പീസിലും മാർക്ക് കൊടുക്കണം. അപ്പം നമ്മൾ ഇതിങ്ങനെ ഈ 2 പീസ് ഇതിങ്ങനെ കൊണ്ട് എടുത്തുകൊണ്ട് ഈ കറക്റ്റ് ഇവിടെ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ഈ കട്ട് ചെയ്തേക്കുന്നില്ല അവിടെ ഒരു മാർക്ക്, കറക്റ്റ് ഇവിടെ ഒരു മാർക്ക്, കറക്റ്റ് ഇവിടെ ഒരു മാർക്ക്. എന്നിട്ട് ഇതിൽ മാർക്കായി. അടുത്തത് താഴത്തെ വൈറ്റ് എടുക്കുക. ഒരു മാർക്ക്, ഒരു മാർക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒരു നോച്ച് കൊടുക്കാം. അപ്പം ഞാനിതിൽ വി കോളർ നെക്കായതുകൊണ്ട് നെക്ക് 1 ഇഞ്ച് അകത്തോട്ട് വരും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൽ 3.25 ഇഞ്ചാണ് നെക്കളവ് കൊടുക്കുന്നത്. ഇതിൻ്റെ ബോഡി കട്ടിങ് കഴിഞ്ഞു. കൈ കട്ട് ചെയ്യണം. അത് നമുക്ക് നമ്മുടെ നല്ല തുണിയിൽ, ഇതിൽ തുണിയില്ലാത്തതുകൊണ്ട് നല്ല തുണിയിൽ നിന്ന് കൈ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നല്ല തുണി അങ്ങോട്ട് നല്ലതായിട്ട് മടക്കിയിട്ടേക്കുവാണ്. മടക്കിയിട്ടിട്ട് നമുക്ക് ഹൈറ്റ് വന്ന് 44 ഇഞ്ച് ഹൈറ്റ് വേണം. അപ്പോൾ ആദ്യം തന്നെ അതങ്ങ് മാർക്ക് ചെയ്തേക്കാം. (44 പ്ലസ് 1 ഇഞ്ച് കൂടെ വേണം. അപ്പോൾ 45 ഇഞ്ച് ഹൈറ്റ് വേണം. 45 ഇഞ്ച് ഹൈറ്റ് മാർക്ക് ചെയ്തിട്ട് ഇതിപ്പോൾ നമുക്ക് തുണി കൈക്കും കൂടെ തികയത്തില്ല. അപ്പോൾ നമ്മൾ ഇത്രയും തുണി നമുക്ക് ആവശ്യമില്ല. 44 വേണേൽ 45 എടുക്കണം. ഞാനിപ്പോൾ ഈ 45 ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. തുണി കൈക്ക് തികയാത്തതുകൊണ്ട്. ഫോൾഡൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് ഇപ്പം ഇങ്ങനെ നമ്മൾ വെട്ടിയെടുക്കുക. ഞാനെപ്പോഴും ഒരു 1/4 ഇഞ്ച് കൂട്ടിയിട്ടാണ് നല്ല തുണി വെട്ടുന്നത്. അക്കോബ തുണിയാകുമ്പോൾ സിസർ ഇറങ്ങുകയില്ല. അപ്പം നമ്മൾ ബോഡി പാർട്ട് വെട്ടിക്കഴിഞ്ഞു. ഇത് വെട്ടി മാറ്റിയെടുത്ത് വെച്ചിട്ട്
അപ്പം നമുക്ക് തുണി കൈക്ക് തികയത്തില്ല. അപ്പം ഞാൻ തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഇപ്പോൾ ജോയിൻറ്റ് കൊടുക്കണം. ക്രോസായിട്ട് ഒരു ജോയിൻറ്റ് വരും. ജോയിൻറ്റ് കൊടുത്തിട്ട് വെട്ടി കഴിഞ്ഞിട്ട് ഞാൻ തയ്ക്കുമ്പോൾ ജോയിൻറ്റ് കൊടുക്കുന്നത്. ഇത് വെട്ടിക്കഴിഞ്ഞ് തയ്ച്ചിട്ട് അങ്ങനെ ജോയിൻറ്റ് കൊടുത്ത് തയ്ക്കാനാണ്. ഇവിടെ ഞാനൊരു ചെറിയ പഫ് കൊടുത്ത് തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മടക്കാൻ വേറെ ഒരു പീസ് ഇവിടെ അറ്റാച്ച് ചെയ്യും. അതുകൊണ്ട് കുറച്ച് ചെറിയൊരു 1/4 ഇഞ്ച് മതി. 16 ഇഞ്ച് കയ്യിറക്കം വെച്ചേക്കുന്നത്. മേളിൽ നമ്മൾ 3.5 ഇഞ്ചാണ് ഞാൻ കൈ ഇറക്കം എടുത്തേക്കുന്നത്, ആ കൈ പിടിക്കുള്ളത്. ഇതിൽ നമുക്കിപ്പോൾ 18 ഇഞ്ചുണ്ട് ആംഹോൾ ബോഡിയിൽ. അപ്പോൾ അതനുസരിച്ച് ഇങ്ങോട്ട് ഞാനൊരു 2 ഇഞ്ച് എടുക്കും, ബാക്കി 7 ഇഞ്ച് ഇവിടെ. അപ്പോൾ 9 18. അപ്പോൾ 18 ഇഞ്ച് ആംഹോൾ വന്നു. അതേപോലെ താഴെ 11 ഇഞ്ചാണ്. അപ്പോൾ 5.5 ഇഞ്ച് ഇവിടെ അതേപോലെ ഒരു ലൈൻ കൊടുത്തിട്ട് 1.5 ഇഞ്ചാണ് നമുക്ക് തയ്യൽത്തുമ്പ് വേണ്ടുന്നത്. 1.5 ഇഞ്ചുണ്ട് ഇവിടെ. അതേ 1.5 എടുത്തിട്ട് മാർക്ക് ചെയ്തേക്കാം. നമുക്ക് കൈ മേളിൽ കൂടി ഇങ്ങനെ വരഞ്ഞ് വന്ന് താഴെ ഇതിലോട്ട് കൊണ്ട് ഇങ്ങനെ ഇറക്കി നല്ല ഷേപ്പ് പേപ്പറാണ് കൈ കിട്ടുന്നത്. തക്കോപ്പ ആയതുകൊണ്ട് വരച്ച അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും. ഇതൊരു നോച്ച് കൊടുത്തേക്കാം. ഇവിടെ ഒരു നോച്ച്, ഇവിടെ ഒരു നോച്ച്. ഇവിടെ നമുക്ക് തുണി അറ്റാച്ച് കൊടുക്കണം. ഈ പാർട്ട് മെറ്റീരിയൽ അറ്റാച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് തയ്ക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് വെട്ടാം. നെക്ക് നമ്മൾ ബി ആണ് വെക്കുന്നത്. ഫ്രണ്ട് നെക്ക് നമ്മൾ ബി നെക്കാണ് വെക്കുന്നത്. ബി കോളർ തയ്ക്കാനാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ 3.25 ഇഞ്ചാണ് 3.5 ഇഞ്ചാണ് ബോഡിയിൽ നിന്ന് എടുത്തേക്കുന്നത്. 3.5 ഇഞ്ചാണ് നെക്ക് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ താഴോട്ട് 8 ഇഞ്ചാണ് ഇറക്കം ഉദ്ദേശിക്കുന്നത്. അപ്പം 3.5. ഇങ്ങനെ ഒരു പീസ് വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ, മേളിൽ എക്സ്ട്രാ പീസ് വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് തയ്ക്കാൻ ഈസി ആയിരിക്കും. ഇങ്ങനെ ഇങ്ങനെ വെക്കാം. പക്ഷെങ്കിൽ ഒരു ഷേപ്പ് കൊടുത്താലാണ് നമ്മൾ കോളർ നന്നായിട്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഷേപ്പ് കൊടുത്തേക്കാം അകത്തോട്ട്. ഇവിടെ ഒരു അര ഇഞ്ച് ഞാൻ അര ഇഞ്ച് പ്ലെയിനായിട്ടാണ് എടുക്കുന്നത്. അത് മറന്നുപോയി. ഇതല്ല, ഈ വരയാണ് നമുക്കിപ്പോൾ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊരു 3/4 ഇഞ്ച് തുണിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നെക്ക്. ഇനി ഇത് നമ്മളൊരു തുണിയിലോട്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ സ്റ്റിച്ചിങ് കാണിച്ചു തരാം. ഓക്കെ, ബൈ. കട്ടിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
ഇപ്പം തന്നെ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് കൊടുത്തിട്ട് പോവുക എല്ലാവരും.